ചേട്ടന്റെ പേര് പരാമർശം വന്നോണ്ടാണല്ലോ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. എന്നോട് ഇത് 2-3 കമൻറ്റുകളും കണ്ടു ഈ രാത്രി. ഓരോ എൻ്റെ വളരെ ഇങ്ങനെ ഇതിൽ നിന്ന് കേട്ടെന്ന്, അതായത് കോടതിയിൽ നിന്ന് ആരോ മന്ത്രിസഭയിൽ നിന്ന് ഇന്ന ആളുടെ പേരും ഉണ്ടെന്ന് കേട്ടെന്ന്. എൻ്റെ പേര് വരേണ്ട ഒരു കാര്യമില്ല. എൻ്റെ പേര് വന്നെങ്കിലും വരട്ടെ, ആ സന്തോഷത്തോടെ കാണാൻ അറിയണമല്ലോ ആരാണ് ഈ കഥാപാത്രം എന്നുള്ളത്. പുതിയ പേരൊക്കെ ഇട്ടു, പവർ ടീം. അത് അല്ല, ഞാൻ പവർ ടീം എന്നുള്ള പേരുള്ള. അല്ല, ഞാൻ പവർ ടീം എന്ന് വെച്ചാൽ ഞാൻ മോശക്കാരൊന്നുമല്ല. എനിക്ക് അത്യാവശ്യം പവർ ഈ വയസ്സാകാലത്തും ഉണ്ട്. വയസ്സായില്ല, പറയാമായിട്ടില്ല, വയസ്സായില്ലല്ലേ, ഇല്ല 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 ഇല്ല, ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതാ. ഞാൻ എപ്പോഴും എൻ്റെ ബോഡി ശരിക്കും സൂക്ഷിക്കണം. അത് ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കുക എന്നുള്ള രീതിയിൽ അക്കാര്യത്തിൽ രണ്ടുപേരും അതിലേക്കുള്ള. അതെ അതെ അതെ, നമ്മൾ ഇപ്പോഴും ഈ 50 അടുക്കുന്നു. അപ്പോഴും നമ്മൾ ഫിറ്റായിട്ട് തന്നെയാണ് പോകുന്നത്. രാവിലെ വർക്കൗട്ടുണ്ട് അല്ലേ, ഒരുമിച്ചാണ് പോകുന്നത്. എല്ലാ പെൺകുട്ടികളോടും ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചേട്ടനോട് ചോദിക്കുകയാണ്. ചേട്ടൻ്റെ തല്ലുമെന്ന് എനിക്കറിയില്ല. തല്ലിക്കോളൂ. ഞാൻ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾ എന്ത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. താങ്ക് യു ചേട്ടാ. അപ്പോൾ ചേട്ടാ, എല്ലാവരും ചോദിക്കുന്നത് പെൺകുട്ടികളൊരു ആങ്കർ വെച്ചു കിടന്നു കൊടുത്തിട്ടാണ് ഇതിനകത്ത് വന്നതെന്ന്. ചേട്ടൻ അങ്ങനെ ആരെങ്കിലും യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ, ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സ്? ഞാൻ സിനിമ വരുന്നതിന് മുമ്പ് എൻ്റെ സിനിമയിൽ ഞാനൊരു പാവം പിടിച്ചതാണെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറെല്ലാം ഭയങ്കര ക്രൂരൊക്കെ. അതെ 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 അതെ. എൻ്റെ അടുത്ത് അങ്ങനെയുള്ള അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം ആർക്കും ഇല്ല. ക്രൂരനായതുകൊണ്ട് ഒരിക്കലും പിന്നെ ഈ ചിലപ്പോൾ അടുത്ത് കഴിഞ്ഞാണ് എനിക്ക് ഇച്ചിരി സ്തയനമുണ്ടെന്നൊക്കെ പിന്നീടേ മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ പിടിയും കൊടുക്കില്ല. ആ സ്റ്റൈൽ എന്തെല്ലാം പറയണം, ഇതൊക്കെ ഒരു മീഡിയക്ക് മുമ്പിൽ ഇരുന്നാ പറയുന്നുള്ള ഒരു ബോധം, സാമാന്യ ബോധം കൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുമല്ലേ. അല്ല, എന്തായാലും നമ്മൾ ആ ഒരു ബോധത്തോടു കൂടി സംസാരിക്കാനേ പാടുള്ളൂ എന്നുള്ളതാണ്. അല്ല, ചേട്ടൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാണ്. പക്ഷെ ഇങ്ങനെ ആരും തുറന്ന് പറയില്ല. പറയൂ. ഞാൻ സ്റ്റക്കായിട്ടിരിക്കാതൊക്കെ കേട്ടിട്ട്. കാരണം എനിക്കറിയേണ്ടത്, ഞങ്ങള് വീട്ടില് ഞങ്ങൾ ഈ ഓരോ കാര്യങ്ങൾ പറയുന്നത്, ഞങ്ങൾ അവിടെ കിടക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മളൊക്കെ ഓരോരുത്തർ ഈ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും അവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലരും ഉപയോഗിച്ചിട്ട് പോയിട്ടില്ലേ. ഞാനൊരു എന്താ പറയുക, വുമണൈസർ അല്ല. കാര്യം എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം നല്ലൊരു ഭാര്യയുണ്ട്. പിന്നെ എന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പഠിച്ച് വരുന്നവരോട് ഞാൻ പറയും എനിക്ക് തുറ തന്നാൽ ഞാൻ വരാമെന്ന് പറയും. എന്തേ അങ്ങനെ നിർബന്ധം പിടിച്ച് വന്നവർക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്തേ അത് വിടാം, നമുക്ക് വേറെ അല്ലല്ല കേൾക്കാം പോവാം. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്റർവ്യൂ. അല്ല, ഇന്റർവ്യൂ നമ്മൾ അദ്ദേഹത്തിന് പറയണമല്ലോ. തീർച്ചയായിട്ടും രമ്യക്ക് ഈ ടോപ്പിക്ക് അത്ര രമ്യ സംസാരിക്കണ്ട. നാണമല്ലോ രമ്യക്ക്? നാണമല്ല ചേട്ടൻ, ഇനിയും എന്താ പറഞ്ഞേ? ഞാൻ എന്ത് മോശമാണ് ഞാൻ? ഇത് എന്താ ഇതിന് സംഭവിക്കുക? എന്താ പ്രശ്നം? എന്താണ് ഇത് മോശം എന്ന് പറഞ്ഞാൽ അത് മലയാളിയുടെ ഒരു കോൺസെപ്റ്റാണത്. അങ്ങനെയൊന്നുമില്ല, ഇതില് മോശമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കാര്യമല്ലോ, എന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്ത് പറയണു? പുള്ളിക്കാർക്ക് കുഴപ്പമില്ല. അതായത് രമ്യക്ക് എന്താ പ്രശ്നം? അയ്യോ, എനിക്കറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ എന്താണ് ഹേമ കമ്മിറ്റി? എനിക്കറിയില്ല. എനിക്കിതിനെ പറ്റിയൊന്നും ഇപ്പൊ ഈ ഇടയ്ക്കാണ് ഇതിനെപ്പറ്റി കേൾക്കുന്നത്. ഞാനിത് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. ഈ സ്ത്രീകൾക്ക് എതിരെയുള്ള പീഡനങ്ങൾ സിനിമയിലെ ഇതാണെന്നറിയാൻ അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ഒരു അതെ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജസ് ആണ് അവർ അന്വേഷിച്ചപ്പോൾ ഇവിടെ സിനിമയിൽ നടക്കുന്ന പല നടിമാരും കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഫേക്കായിട്ട് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഒന്നുമല്ല. അവർക്ക് ചില ഈ പറഞ്ഞ പോലെ തന്നെ അതായത് അമ്മേ എന്ന് വിളിക്കുന്നത് അമ്മ എന്ന് വിളിച്ച് കാണണം. കുറച്ച് പറയുമ്പം ഡോസ്, പക്ഷെ അത് കൊടുത്തതിന് അത് നാളെ ഇതിൻ്റെ ഒരു തിരിച്ചൊരു സാധനം, ബൂമറാങ്ക് പോലെ തിരിച്ചൊരു സാധനം വരും. അതുകൂടെ സഹിക്കാൻ ഇവരെല്ലാം തയ്യാറായിരിക്കും. ഈ പറഞ്ഞവരെല്ലാം തിരിച്ചു വരും. കാര്യം എന്ന് വെച്ചാൽ അത് കാര്യം നടന്ന സംഭവം പറയാം. കൂട്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തിരിച്ചവർക്ക് കിട്ടും. അമ്മയെന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ അമ്മ സംഘടനയിൽ റിഹേഴ്സലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അവിടെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ചയൊക്കെ ഉണ്ടോ? ഈ ഒരു കാര്യം അവർക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും അടുത്ത പടം ഏതാണ്, അടുത്ത സ്റ്റെപ്പാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ അവിടെ ആരും ഒന്നും ഇതിനെപ്പറ്റി ഈ ജനങ്ങൾ മാത്രം ഇത്ര ടെൻഷൻ ആവുന്നുള്ളന്നേ. അവിടെയെങ്കിലും ഇതിനെപ്പറ്റി ആരും സംസാരിക്കാറ് പോലും ഇല്ല. അതാണ് സത്യം. ചിലപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരായിരിക്കും കൂടെ ഡാൻസ് ചെയ്യുന്നത്.
മൊഴിയെടുത്ത് പറഞ്ഞ ഇത് ആൾക്കാരായിരിക്കും കൂടെ. അവരൊക്കെ നല്ല സുഹൃത്തുക്കളും സംസാരിക്കുന്ന ഇപ്പോഴും ഒരുമിച്ച് ഒരേ ഇതിൽ വർക്ക് ചെയ്യുന്നതാണ്. കോണ്ടാക്ട് ഉള്ളവരുണ്ട്, സംസാരിക്കുന്നവരുണ്ട്. വെളിയിൽ നിൽക്കുന്നവർക്കാണ് ഈ പ്രശ്നം മുഴുവൻ. അവർക്കൊന്നും അപ്പോൾ സുരക്ഷയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. സ്ത്രീകൾക്ക് സുരക്ഷിത ആണല്ലോ അല്ലേ അതിനകത്ത്. അപ്പോൾ പുരുഷന്മാർക്ക് ഞാൻ നേരത്തെ കാര്യം പറഞ്ഞില്ലേ, സുരക്ഷ എന്ന് പറഞ്ഞാൽ വിളിച്ച് അഭിനയിപ്പിച്ചാൽ മാത്രമേ സുരക്ഷ വരുള്ളൂ. ഈ ക്യാരക്ടറില്ലേ പിന്നെ ഇവിടുന്ന് സുരക്ഷയുടെ വിഷയം. ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിനകത്ത് വേഷം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സുരക്ഷയുടെ ആവശ്യമില്ലല്ലോ, വീട്ടിൽ ഇരുന്നാൽ പോരെ. ഒരു സ്ത്രീക്ക് ഇപ്പോൾ ഒരുപാട് ഇഷ്ടം കൊണ്ടായിരിക്കും, ഒരുപാട് അവരുടെ ഒരു ആഗ്രഹമായിരിക്കും ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. അങ്ങനെ വരുന്നവരുണ്ട് ഇഷ്ടം പോലെ അല്ലേ. ചിലവർക്കത് കട്ടായിട്ട് പറയാം എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ, ചിലവർക്കത് എനിക്ക് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മിണ്ടാതിരിക്കുന്നുണ്ടാവാം. പക്ഷേ ഒരു സ്ത്രീ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സ്ത്രീയുടെ സുരക്ഷ അവിടെ പിന്നെ മീൻസ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആ ഒരു ടീമല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ചേട്ടൻ. ഇപ്പോൾ അഭിനയിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ഞാൻ, അങ്ങനെ ചെയ്യുന്നതായിട്ട് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ഒരു ലേഡി ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നു, ഈ റൂമിൽ തട്ടുന്നതല്ല പരാതി. അല്ല മൊത്തത്തിൽ ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഡ്രസ് ചേഞ്ച് അങ്ങനത്തെയൊക്കെ വലിയ ഏതെങ്കിലും അഭിനയിക്കാൻ വന്ന ലൊക്കേഷൻ വെച്ചിട്ട് സമയം ഒരു ലൊക്കേഷൻ ഒരു നല്ല വൃത്തിയുള്ള സ്ഥലം ഒന്നും കൊടുക്കാത്തവരുണ്ട്. അതൊക്കെ എന്താന്നുള്ളതാണ് നമ്മൾ കാണുന്ന ലോകം അങ്ങനെയല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സിനിമയിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ ഈ ഒരു 10 വർഷമായിട്ട് കാരവനുണ്ട് ഡ്രസ്സ് മാറ്റാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്നവർക്ക് അവർക്ക് ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, പുറത്തുനിന്ന് നിൽക്കുമ്പോൾ നല്ല മോടിയോട് കൂടി കാണുന്ന സംഭവം തെന്നിത്തെറിച്ച് 2-3 സംഭവങ്ങൾ 1-2 സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിക്കാണും. ചെറിയ ചെറിയ ബഡ്ജറ്റ് കുറഞ്ഞ പടങ്ങളിൽ ചിലപ്പം ഡ്രസ്സ് മാറാനായിട്ട് ചില വീടുകളിൽ പോകേണ്ടി വരും. മനസ്സിലായി. ഇവിടെ 1 കോടി രൂപയുടെ പടം എടുക്കുന്ന 50 ലക്ഷം രൂപയുടെ പടം ഇറങ്ങുന്നുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. ഇവിടെ 50 കോടി രൂപയുടെ പടം ഇറങ്ങുന്നുണ്ട് ഇല്ലേ. അവിടെ ആദ്യത്തെ ഫെസിലിറ്റി ഇല്ലാത്ത ചെറിയ പടം, ഇതിപ്പോൾ ഒരു ഗുലാൻ തട്ടുകടാന്ന് പറഞ്ഞാൽ ചെറിയ പടമാണ്. അതിനകത്ത് കാരവനില്ല. കാരവൻ എടുക്കാനായിട്ട് പ്രൊഡ്യൂസർക്ക് പൈസയില്ല. നമ്മൾ തൊട്ടടുത്ത് വീട്ടിൽ പോയിരുന്ന് മേക്കപ്പ് വേണ്ടി വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് അഭിനയിക്കാൻ തന്നെ ലേഡികൾ തൊട്ടടുത്ത് ഉണ്ടെങ്കിൽ അവർ തൊട്ടടുത്ത് വീട്ടിൽ പോയി ഡ്രസ്സ് മാറേണ്ടി വരും. അതങ്ങനെയാണല്ലോ. നേരത്തെ കാരവനൊന്നും ഇല്ലാത്തപ്പോഴും ഈ ഷീലാമ്മ, വിദ്യാമ്മ, ഇവരെ ശാരദാമ്മ ഒക്കെ അഭിനയിച്ച് പോയ ഫീൽഡല്ലേ ഇത്. അതെ, അവരൊക്കെ എന്തെല്ലാം ഈ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ അവർ ജീവിച്ചില്ലേ. എങ്കിൽ അവർ ശീലമാണ് പ്രതികരിക്കട്ടെ. എങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം എല്ലാം കേട്ടോണ്ടിരിക്കുന്ന പഴയ നടിമാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇത് കേൾക്കുമ്പോൾ അവർ ചിരിക്കുക. അല്ല, ശാരദാമ്മയൊക്കെ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് എന്നുള്ളത്. എന്നാൽ സിനിമ ബാലൻ എന്നുള്ള സിനിമ തൊട്ട് ഇങ്ങനെയൊക്കെ കാണും, ഇല്ലെന്ന് പറയുന്നില്ല. അത് പറഞ്ഞ് ഒരു കുടയ്ക്ക് കീഴെയുള്ള സംഭവങ്ങൾ അതൊക്കെ പറഞ്ഞ് കമ്മിറ്റി ഉണ്ടാക്കി പറഞ്ഞു തീർക്കുക. അതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ, ഒരു ഇൻഡസ്ട്രി മുഴുവൻ നാറുകയല്ലേ. നമുക്കൊക്കെ വല്ല വിലയുണ്ടാവും പിന്നെ. പക്ഷേ എന്നാൽ വില പോയാലും ഷോ മസ്റ്റ് ഗോ ഓൺ ഇല്ലേ. സിനിമ നാളെ കൂട്ടിക്കെട്ടി പോവല്ല. ഇവിടെ ജനങ്ങൾ ഇതുള്ള സാധനത്തോട് മലയാള സിനിമ ഉണ്ടാവും. അവിടെ ചിലപ്പം നാളെ ഇവിടെ നമ്മളാരും ഇല്ലെങ്കിലും പുതിയ തലമുറ വന്നിട്ട് സിനിമ നടന്നു പോകും ഇല്ലേ.